ആത്മാവിൽ ആരാധിച്ചു. താഴെ റോഡിൽ നിന്ന ഈ ശബ്ദം കേൾക്കാം. അന്ന് ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് സഭയ്ക്കകത്ത് വന്ന് ഞാൻ വരുന്നത് എന്നെ പ്രധാനം അറിയാം, എന്നെ കുറച്ച് അങ്ങോട്ട് മാറ്റി ബസ്സിൽ നിന്ന് ഇറക്കും. എന്നിട്ട് എല്ലാവരും കയറി പോയതിന് ശേഷം ഞാനിങ്ങനെ ഇത് വരികയാണ്. അന്ന് ആ തുടക്ക സമയത്ത്. പിന്നീട് അതെല്ലാം മാറി, ധൈര്യമായി. ഞാനിപ്പോൾ ഓർക്കുന്നു, വീടിന് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീടിന് തൊട്ട് എതിര്, അതായത് ഞങ്ങൾ ആ ഫ്ലാറ്റിൽ അതിൻ്റെ അടുത്തൊരു മർത്തോമ മർത്തോമ പള്ളിയിൽ പോകുന്ന ആ ഒരു ഭാര്യ താമസിക്കുക. ഈ സ്ത്രീ ആരാധന നടത്തും, കഥവിൽ ഭയങ്കരമായിട്ട്. അതിന് മുമ്പേ ടീച്ചർ വന്നു പറഞ്ഞു, ഇന്ന് ഇത്തിരി ശബ്ദമൊക്കെ കുറച്ച് നിങ്ങൾ ആരാധിക്കണേ, വൈകുന്നേരം അവരൊന്നും വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് പോയി, നിങ്ങൾ കേൾക്കണം. അപ്പോഴും വന്ന് കഥ ഇടിക്കുക, ഈ ജനം ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പാസ് പറഞ്ഞാൽ ആരും ഇറങ്ങി പോകണ്ടോ. ഞാൻ ഇറങ്ങിപ്പോയി, ഞാൻ പാസ്വേഡ് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോയത് എൻ്റെ നേരെ വിരൽ ചൂണ്ടി അവർ ഭയങ്കര, നിങ്ങൾക്കെന്താ, ഞങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവർ, നിങ്ങൾക്ക് ഇത്ര ശബ്ദത്തിന് ആരാധിച്ചാലേ ദൈവം കേൾക്കുകയുള്ളൂ എന്ന് ചോദിച്ചു. അവരിങ്ങനെ ഉറങ്ങി, ഒരു വല്ലാത്ത അവരുടെ മുഖഭാവമെല്ലാം മാറി ഒരു വല്ലാത്ത രീതിയിലാണ് കേൾക്കണേ. ആ പ്രാർത്ഥന അധികം നാൾ പോയില്ല, അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ഇട ദൈവം വരുത്തി. ഹല്ലേലൂയ. പ്രധാനം അറിയാതിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. അവര് ആ ഞങ്ങൾ ആരാധിച്ചിരുന്ന ഹാളിൽ വന്ന് അവര് വന്ന് കരയുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോയി. കാരണം ഇവരുടെ ഹസ്ബൻഡ് ഓടിച്ചിരുന്ന വാഹനം റോഡിൽ പോയി ഒരാളെ ഇടിക്കുവാനിടയായി. അദ്ദേഹം ജയിലിലായി. ഒരു വല്ലാത്തൊരു സാഹചര്യം, സ്വസ്ഥതയെ ദൈവം എടുത്തങ്ങ് മാറ്റി. അത് ഞാന് പ്രധാനം അറിയാം, ഞങ്ങൾ കണ്ട ഒരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവാത്മാവ് ഇറങ്ങി വന്ന് ദൈവജനത്തെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഒരു ആരാധനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ആരാധനയിൽ ദൈവിക വിടുതലുകൾ നടക്കും. ആരാധന വെളിപ്പെടുന്നത് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമുക്ക് മാത്രമല്ല, ആരാധന വെളിപ്പെടുമെന്ന് പിശാചിനും അറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം വെളിപ്പെടുമെന്ന് പിശാചിന് നന്നായി അറിയാം. ഇതറിയുന്ന അവൻ ചെയ്യുന്ന കാര്യം, ഇതിനെ എങ്ങനെ മുടക്കാമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഇറങ്ങി വരുമെന്ന് അവൻ പിശാചിന് നന്നായി അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവന്റെ ആ വിടുതലിനെ തടയുവാനുള്ള വഴികളൊക്കെയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ യോസേഫിന് കണ്ട ദർശനം എന്താ? യോസേഫ് തന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ 13-ാമത്തെ വയസ്സിൽ ഒരു ദർശനം കാണുന്നു. അവൻ അറിയില്ല. അവൻ ആ ദർശനത്തെ വന്ന് തന്റെ സഹോദരങ്ങളോട് പറയുന്നു. സഹോദരങ്ങളോട് പറയാ, ആമേൻ ഞാൻ വയലിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ 11 കറ്റകളും എന്റെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ വീഴ്ന്നു കിടക്കുന്നു, പക്ഷെ എന്റെ കറ്റ ഉയർന്നു നിൽക്കുന്നു. അപ്പനോട് വന്ന് പറയാ, സൂര്യനും ചന്ദ്രങ്ങളും 11 നക്ഷത്രവും അവൻ അതെന്റെ മുമ്പിൽ ഹല്ലേലൂയ വണങ്ങുന്നതായിട്ട്. അപ്പോൾ അവൻ ആ കണ്ട ദർശനം എന്തെന്ന് അവൻ അറിഞ്ഞില്ല. പക്ഷേ സഹോദരൻ, നിങ്ങൾ അവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, സഹോദരങ്ങൾ അവൻ കണ്ട ദർശനത്തെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രി ദൈവം നമുക്ക് തരുന്ന ചില ദർശനങ്ങളും ആമേൻ വാഗ്ദത്തങ്ങളും ആമേൻ നിറവേറപ്പെടുവാൻ പല കടമ്പകളിൽ കൂടെ നാം കടന്നു പോകും. പക്ഷേ അതിന്റെ അവസാനം സർവശക്തനായ ദൈവത്തിന്റെ വിജയമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഇതിനകത്തിരിക്കുന്ന ആമേൻ നമ്മോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. ഇന്ന് രാത്രി ഈ ഭവനത്തിലായിരിക്കും ആരാധന എന്നുള്ളത് സർവശക്തനായ ദൈവം മുന്നവേ ആമേൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഒരു കാര്യവും ഇതെങ്ങനെ നടന്നു എന്ന് ചിന്തിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പിറകിൽ ദൈവത്തിന്റെ പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നേയില്ല. ഹല്ലേലൂയ. സർവ്വസൃഷ്ടാവായ ദൈവത്താൽ സകലതും അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അല്പസമയം ചിന്തയ്ക്കായി ആമേൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ ആമേൻ 19-20 വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ചെങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷം നിമിത്തം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അത് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കും.
പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സഭയുടെ വാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ഈ വാത്സല്യ ഭവനത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കും. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കിയാണ്. അങ്ങ് ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട് കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. അങ്ങയുടെ കണ്ണുകൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ നോക്കുമ്പോൾ ആമേൻ ഒരു നിർമ്മലതയോടെ, നിഷ്കളങ്കതയോടെ, പരമാർത്ഥ ഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങളായിരിക്കും കർത്താവേ. ഇന്ന് രാത്രിയിൽ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ തക്കവണ്ണം അടിയനെ അവിടെ സഹായിക്കണമേ. ഇന്ന് രാത്രി കർത്താവേ, വചനം വെളിപ്പെടുവാൻ അനുവദിക്കാതെ നിൽക്കുന്ന സകല ഇരുട്ടിന്റെ അധികാരത്തെയും ഭൂമിക്കും സ്വർഗത്തിനും നാഥനായ നസ്രേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആമേൻ വ്യക്തി ജീവിതങ്ങളുടെ വിടുതലിന് തടസ്സമായി ആമേൻ ഇന്ന് രാത്രിയിൽ കർത്താവെ അന്ധകാരത്തിന്റെ ശക്തികൾ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് ഹല്ലേലൂയ അവിടുത്തെ കൃപയാൽ, അവിടുത്തെ ആത്മശക്തിയാൽ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ആമേൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ആമേൻ കർത്താവെ, ഞങ്ങൾ ഇരിക്കുന്ന ഈ ആമേൻ ഹല്ലേലൂയ ഈ ആലയം ആമേൻ കർത്താവെ, ഇതിനു ചുറ്റും കർത്താവെ അങ്ങയുടെ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി കാവലായി ഇറങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ, ഇന്ന് രാത്രി അവിടുത്തെ കൃപ ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനായി സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളൊക്കെ ക്ഷമിച്ചാലും ഇന്ന് രാത്രി കർത്താവെ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ കഴുകപ്പെടുന്നവരായി, ഒരിക്കൽ കൂടെ ശുദ്ധീകരിക്കപ്പെടുന്നവരായി, ആമേൻ ദൈവത്തോട് അടുക്കുന്നവരായി തീരുവാൻ ഇന്ന് രാത്രി നീ ഞങ്ങളെ സഹായിക്കണമെന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ദൈവനോടത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകല മഹത്വം അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വായിച്ച വചനത്തിലേക്ക് കടന്നു വരാം. ആമേൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 6-ന്റെ അതിന്റെ 19-ാമത്തെ വാക്യം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാവധിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പേൻ. ഹല്ലേലൂയ. രാത്രിയിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 19-20 വാക്യത്തിൽ പറയുക, എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പേൻ. പ്രൈസ് ദി ലോർഡ്. ആരാ? അപ്പോസ്തലനായ പൗലോസ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈടുറ്റ ലേഖനങ്ങൾ എഴുതിയവൻ, ആമേൻ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ, പരീശന്മാരിൽ പരീശൻ, ആമേൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ആമേൻ എരിവോടെ ആമേൻ താൻ വിശ്വസിച്ചിരുന്ന പ്രമാണത്തിൽ, ന്യായ പ്രമാണത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ വീറുകൊണ്ടവൻ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഹല്ലേലൂയ ആ പൗലോസിനെ ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ തന്റെ ആമേൻ സഭയ്ക്ക് വേണ്ടി, തന്റെ നാമത്തിനു വേണ്ടി ആമേൻ ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ച് ആമേൻ താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ആമേൻ വീറോടെ നിന്നവൻ. ഹല്ലേലൂയ. ആ പൗലോസ് പറയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മളൊക്കെ എന്തുള്ളൂ? പ്രൈസ് ലോർഡ്. സകല കൃപാവരങ്ങളിലും കൃപാവരം പ്രാപിച്ചവൻ. പ്രൈസ് ലോർഡ്. 3-ാം സ്വർഗത്തോളം ആരാധനയിൽ എടുക്കപ്പെട്ടവൻ. ആമേൻ ഹല്ലേലൂയ. ആ പൗലോസ് പറയുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രിയിൽ നാമം വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആമേൻ എഫെസ്യർ ലേഖനം പഠിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, അവിടെ വരച്ചു കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭയെ ആമേൻ വിശുദ്ധർക്ക് വേണ്ടി ആമേൻ വേർപെട്ട ദൈവജനത്തിന് വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിലെ ഒന്ന് ആമേൻ റോമൻ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് ആമേൻ ക്രിസ്തുവിന്റെ ശരീരത്തെ സംബന്ധിച്ച് സഭ എന്താ, അത് ക്രിസ്തുവിന്റെ ശരീരമായിട്ട്. ആമേൻ 2-ാം അധ്യായം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് സഭ ദൈവത്തിന്റെ ആലയമാണ്. ആമേൻ 3-ാം അധ്യായം ആമേൻ ആമേൻ സഭ ദൈവത്തിന്റെ ഒരു
മർമ്മമായിട്ട് 4-ാം അധ്യായം ഒരു സഭ എന്ന് പറഞ്ഞാൽ ഒരു പുതു മനുഷ്യനാക്കി. ആമേൻ ഹല്ലേലൂയ. 5-ാം അധ്യായത്തിൽ പറയുന്നു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ. 6-ാം അധ്യായം പറയുന്നു ആമേൻ ഒരു ക്രിസ്തുവിന്റെ ഉത്തമ പടയാളി. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ നാം സഭയ്ക്ക് പേരിട്ടിട്ടുണ്ട് കർമ്മേൽ ശാരോൺ. ആമേൻ ആമേൻ ഹല്ലേലൂയ. പല പേരുകളും കാണും. പക്ഷേ ആമേൻ ദൈവത്തിന് ആമേൻ സഭ എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ ദൈവ മക്കളുടെ കൂടിവരവാ. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ ആമേൻ റാസൽ കൈമ ഷാരോൺ കർമ്മേലിൽ ആരൊക്കെ ഉണ്ടെന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഇന്ന് രാത്രിയിൽ ഈ വാത്സല്യ ഭവനത്തിനകത്ത് ആരെല്ലാം കൂടി വന്ന് മുട്ടുമടക്കി അവന്റെ സന്നിധിയിൽ ഇരിക്കുമെന്ന് അവന് നന്നായി അറിയാം. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ, ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ, ക്രിസ്തുവിന്റെ പടയാളിയാണ് സഭ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ പടയാളിയാണെങ്കിൽ ആ പടയാളിക്ക് ഒരു ആമേൻ യുദ്ധമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ പടയാളിക്ക് ഒരു യുദ്ധമുണ്ട്. എന്താ യുദ്ധം? ആമേൻ ഹല്ലേലൂയ. ആമേൻ വാഴ്ചകളോടും അധികാരത്തോടും പൊരുതുന്ന ഒരു യുദ്ധം. എന്തിനാ പൊരുതേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട ചിലതിന് ആമേൻ പോരാടി പിടിക്കണം. എന്തിനു വേണ്ടി? ആമേൻ ഹല്ലേലൂയ. ആമേൻ ക്രിസ്തുവിന് വേണ്ടി, മണവാട്ടിയാവുന്ന സഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ചിലതിനെ പോരാടി പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനി പടയാളിയുടെ ആമേൻ ഹല്ലേലൂയ ഒരു ഉത്തരവാദിത്തം എന്താ? അവൻ ചിലതിനു വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് യാചിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആമേൻ പ്രിയ പ്രസാദ് ഷാർജയിലോട്ട് വന്നു. അവിടുന്ന് ആമേൻ എന്നെ കൊണ്ടുവരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ 10-15 വർഷമായി ഞാനൊരു സഹോദരനെ നേരിട്ട് കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാത്രി ദുബായിൽ ആമേൻ ആ സഹോദരന്റെ അടുത്ത് പോയി. പ്രൈസ് ദി ലോർഡ്. ഷൈജൻ എന്ന പേര്, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ, തൃശ്ശൂരിൽ നിന്ന് ആമേൻ ആ സ്ഥലം കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന ഒരു സഹോദരൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളോടൊപ്പം ആമേൻ അബുദാബിയിലുണ്ടായിരുന്നു. അപ്പം ആ സഹോദരനെ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ കാണണമെന്നുള്ള ആഗ്രഹം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അങ്ങനെ ആമേൻ ഞാൻ കാണാൻ പോയതാ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങളും അവിടെ ചെന്നപ്പോൾ വേറൊരു അച്ചായൻ മർത്തോമയിൽ നിന്ന് കുറച്ച് ആമേൻ വന്നതേ ഉള്ളൂ. അലക്സ് അദ്ദേഹത്തെ പരിചയപ്പെടാനും ആമേൻ സാക്ഷ്യം പറയാനും ഒക്കെ ദൈവം വഴിയൊരുക്കി. അപ്പം ആമേൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ ആമേൻ നമ്മൾ അവിചാരിതമെന്ന് ചിന്തിക്കും. പക്ഷേ ആമേൻ ചിലതൊന്നും അവിചാരിതമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു നടത്തിപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് അറിയാം ഹല്ലേലൂയ നാം എവിടെ എങ്ങനെ ആമേൻ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ അവിടെയൊക്കെ ദൈവം തന്റെ മക്കളെ നടത്തി ആമേൻ സാക്ഷ്യം പറയിപ്പിക്കും. എന്തിനെന്നറിയോ? പ്രൈസ് ദി ലോർഡ്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. പറയാം, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം ആമേൻ ഹല്ലേലൂയ ദൈവം നിങ്ങളെ ആമേൻ വിടുവിച്ച സാക്ഷ്യം മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവന്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അവനും ഈ സത്യത്തെ ഒന്ന് അറിയണമെന്നുള്ള ആഗ്രഹം ഉളവാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ഇവിടെ പൗലോസ് അവൻ ഒരു പദപ്രയോഗം ഇങ്ങനെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. വായ് തുറക്കുമ്പോൾ എന്ത് നൽകപ്പെടണം? വചനം. വചനമാരാ? പ്രൈസ് ദി ലോർഡ്. ദൈവം ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ വായ് തുറന്ന് വേണ്ടാതാനം പറയാനല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായ് തുറക്കുമ്പോൾ എന്നെ വിടുവിച്ച, എന്നെ രക്ഷപ്പെടുത്തിയ ആമേൻ ഞാൻ നശിച്ചു പോകേണ്ടിരുന്ന സ്ഥാനത്ത് ഈ ലോകത്തിൽ ആമേൻ തീർന്നു പോകേണ്ട ജാതികളോട് തീർന്നു പോകേണ്ട എന്നെ ആമേൻ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ വിടുവിച്ച ആ സ്വർഗീയ രാജാവിനെ പറ്റി ഒരു വാക്ക് പറയുവാൻ എന്റെ നാവ് ആമേൻ ബലപ്പെടേണ്ടതിന് എന്റെ വായ് തുറക്കുമ്പോൾ ആമേൻ എന്റെ നാവിൽ വചനം നൽകപ്പെടേണ്ടതിന് ആമേൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവമക്കൾ ആരോട് സംസാരിച്ചാലും അവരുടെ നാവിന്മേൽ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വചനം നൽകപ്പെടേണ്ടതും. എന്തിന് നൽകപ്പെടേണ്ടതും? ആമേൻ ചിലതിനെയൊക്കെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ ഹല്ലേലൂയ ആമേൻ
ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ ആമേൻ ലീഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ വിളിച്ചു പറയാറില്ലേ, ഇതാ ആമേൻ എനിക്കൊരു വചനം നൽകപ്പെടുന്നുണ്ട്, ആമേൻ ഞാനത് ആരോടോ പറയുന്നു. പക്ഷേ ഹല്ലേലൂയ അത് അവിചാരിതമായി വരുന്നതല്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ ആമേൻ വചനം നിൽക്കുമ്പോൾ ചില വചനഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നൽകപ്പെടും. അതെന്തിനെന്നറിയോ? ഹല്ലേലൂയ അവൻ നമ്മെ ഉപയോഗിക്കുക. ഹല്ലേലൂയ നാം അവന്റെ കയ്യിലെ ആയുധമാവുവാൻ, നാം അവന്റെ വായായി തീരുവാൻ, നാം അവന്റെ കൈയായി തീരുവാൻ, നാം അവന്റെ കാലായി തീരുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ അവൻ മറ്റുള്ളവരോട് തന്റെ മഹിമ വെളിപ്പെടുത്തുവാൻ നമ്മളെ ഉപയോഗിക്കുന്നുള്ളൂ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആമേൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ ശിംശോൻ ഹല്ലേലൂയ കഴുതയുടെ പച്ച താടിയെടുത്ത് ഫെലിസ്ത്യന്മാരെ കൊന്നൊടുക്കി. പ്രൈസ് ദി ലോർഡ്. അവൻ ഒന്നിനും കൊള്ളാത്ത കഴുതയുടെ താടി അവന്റെ കൈകളിൽ എത്തിയപ്പോൾ, ആ അഭിഷിക്തന്റെ കൈകളിൽ എത്തിയപ്പോൾ ചിലതിനെയൊക്കെ സംഹരിച്ചു കളയുവാൻ തക്കവണ്ണം അതിന്മേൽ പകരപ്പെട്ട ഒരു ആത്മശക്തിയുണ്ട്. രാത്രി നിന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, നിന്റെ ശരീരത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, നിന്റെ ആലയമാകുന്ന ശരീരത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ രാത്രി ആ ആലയത്തിൽ കൂടെ വെളിപ്പെടുന്ന ഒരു ദൈവമഹത്വമുണ്ട്. അതിനാ നിന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറയുന്നത്. രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ശരീരം അവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ, ദൈവമകന്റെ അല്ലെങ്കിൽ ദൈവമകളുടെ ശരീരം അവന്റെ ആലയമായി അവൻ ഉപയോഗിക്കുന്നത് നീ അവന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴോ, നീ അവന് ഒരു വിശുദ്ധീകരണമായി തീരുമ്പോഴോ അവൻ നിന്നിൽ കൂടെ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ അതിനാ ഈ സഭയിലേക്ക് ഉപവാസം വയ്ക്കുന്നത്. അവൻ ഉപവാസം എന്തിനാ? ദൈവത്തോട് അടുക്കുവാൻ. എവിടെയെങ്കിലും ഹല്ലേലൂയ വീഴ്ചകൾ വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ദൈവവുമായിട്ട് അകന്നു പോകുന്ന ഹല്ലേലൂയ അവസ്ഥകൾ വന്നിട്ടുണ്ടോ? അതിൽ നിന്നും മടങ്ങി വരുവാൻ അത്രേ ഉപവാസ പ്രാർത്ഥനകൾ വയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആ ഉപവാസ പ്രാർത്ഥനകൾ വയ്ക്കുമ്പോൾ ഹല്ലേലൂയ അത് ദൈവത്തോട് അടുക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. പൗലോസിനെ പറ്റി പഠിക്കുമ്പോൾ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം ഒന്ന് വായിക്കാം. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് മഹാവിരോധിന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്തു വീണ് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് കർത്താവിനെ അറിയുന്ന ഒരു സാഹചര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനെ കർത്താവ് പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 60-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവനെ മുട്ടുകുത്തി കർത്താവേ ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അതിന്റെ 59-ാമത്തെ വാക്യം. ഒരു ബാല്യക്കാരൻ കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന ഒരു ബാല്യക്കാരന്റെ കാൽക്കലിൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പച്ചയ്ക്ക് ഏറുകൊണ്ട് ജീവൻ പോകുന്ന സമയം സ്തെഫാനോസ് വിളിച്ചു പറയുന്ന ഒരു വാക്കിതാണ്, കർത്താവേ ഇവരുടെ
ഇവരുടെ മേൽ ഈ പാപത്തെ നിർത്തരുതേ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 8-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ തുടങ്ങുന്നു, അവനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വച്ചാൽ ഹല്ലേലൂയ, ആമേൻ, കർത്താവിന്റെ മക്കളെ ആമേൻ തീർക്കുന്നതിൽ എരിവ് പൂണ്ട് നടന്നവൻ, ആമേൻ, സ്തെഫാനോസിനെ കൊന്നിട്ട് അവന്റെ ശരീരം ആമേൻ വസ്ത്രത്തെ ശൗലിന്റെ കാൽ കീഴെ പാലിക്കാർ കൊണ്ടുവച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത്രയ്ക്ക് എരിവ് പിടിച്ച് നടന്ന മനുഷ്യൻ ആമേൻ 9-ാം അധ്യായം വന്നപ്പോൾ കാണുവാൻ കഴിയുന്നത് ആമേൻ ഹല്ലേലൂയ തുടക്കം ആമേൻ ഇങ്ങനെ വായിച്ചു, ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ പ്രൈസ് ദി ലോർഡ് മഹാപുരോഹിതന്റെ അടുക്കൽ നിന്ന് അധികാരപത്രവും വാങ്ങി എരിവോടെ പോകുന്നവന് ആമേൻ ഹല്ലേലൂയ 3-ാമത്തെ ആമേൻ വാക്യം ഒന്ന് വായിച്ചേ. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവന് ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നവൻ പറഞ്ഞു. നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ സമയം അനന്യാസിന് ഒരു ദർശനം കൊടുക്കുകയാണ്. അനന്യാസിനോട് പറയുക, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ ആമേൻ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ പ്രാർത്ഥിക്കുന്നു, അനന്യാസ് എന്നൊരു പുരുഷൻ അകത്ത് വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. 10-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നു, അനന്യാസിനെ കർത്താവ് ദർശനത്തിൽ പറയുന്നിട്ട് ആമേൻ പറയുക, ഹല്ലേലൂയ, തർസോസ് എന്ന ആമേൻ യൂദയുടെ വീട്ടിൽ ആമേൻ ഹല്ലേലൂയ പൗലോസ് എന്ന മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുക, നീ വന്ന് അവന്റെ ശിരസിന്മേൽ കൈവയ്ക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുവനെ അവൻ വെട്ടിയിട്ട് താഴെ ഇട്ടിട്ട് ആമേൻ ഹല്ലേലൂയ വീറോടെ നടന്നവനെ ആമേൻ ഹല്ലേലൂയ ആമേൻ കുതിരപ്പുറത്ത് നിന്ന് താഴെ തള്ളിയിട്ട് അവന്റെ കണ്ണിനെ അന്ധത പിടിപ്പിച്ച് 3 ദിവസം ആഹാരമൊന്നും കഴിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ പൗലോസിനെ ആക്കി വെച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പൗലോസിനെ ആമേൻ ഹല്ലേലൂയ അവനെ പേടിച്ച് ഇരിക്കുന്നവന്റെ അരികിലേക്ക് ആമേൻ ഹല്ലേലൂയ കർത്താവ് ആമേൻ ദർശനം കൊടുക്കുക. ആമേൻ അനന്യാസ് അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അതിന്റെ ആമേൻ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. പൗലോസ് ആമേൻ അനന്യാസ് പറയുന്ന, കർത്താവേ ആമേൻ ഞാനൊരു കാര്യം കേട്ടിരിക്കുക, ആമേൻ സകല മനുഷ്യരെയും ഉപദ്രവിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എരിവ് കൊണ്ട് നടക്കുന്ന മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ അവൻ വിശുദ്ധന്മാർക്ക് എത്ര അധികം ദോഷം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ ആമേൻ ഹല്ലേലൂയ ആരംഭഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് 2004 ഗൾഫിൽ വരുന്നതിന് മുമ്പ് ഒരു കൊച്ചു ഫെയ്ത്തോമ ഞങ്ങളുടെ വീട്ടിനടുത്ത് ആമേൻ ഒരു ഉപദേശി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതൊന്നും വരെ ആ ഏരിയയിലെ ആമേൻ മർത്തോമ പള്ളിയുണ്ട്. കാരണം ആ നഴ്സറിയിലാണ് ഞങ്ങൾ പഠിച്ചത്. ആമേൻ തൊട്ടടുത്ത് ആമേൻ കത്തോലിക്ക പള്ളിയുണ്ട്, യാക്കോബ പള്ളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ് എന്ന് പറയുന്ന ആമേൻ ഹല്ലേലൂയ ആരാധന ആ ഭാഗത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 2004 കാര്യം പറയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ ഒരു കൊച്ചു പെയ്ത്തോമ ഞങ്ങളുടെ വീടിന് 3 വീട് മാറി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. രാവിലെ തമ്പാറ, അന്ന് നമുക്ക് ആമേൻ കീബോർഡൊന്നും അതൊന്നും ഇല്ല, തമ്പാറിന്റെ ശബ്ദമാണ്. വെളുപ്പാങ്കാലം 5 മണിയാകുമ്പോൾ തമ്പാറിന്റെ അടി കേൾക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ വാപ്പയൊക്കെ രാവിലെ ഈ അടിയായിട്ട് അതൊരു അലാറം പോലെ ആക്കി. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ അടി കേൾക്കുമ്പോൾ രാവിലെ അവർ എണ്ണീറ്റൊക്കെ ജോലിക്ക് പോകുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് ഇത് ആദ്യം ചെറുതായിട്ടൊന്ന് അനുവദിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വലുതാവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പിന്നെ രാത്രിയും ഈ അടി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആൾക്കാരെല്ലാം പ്രശ്നമാക്കി. ഞങ്ങൾ കുറച്ച് പയ്യന്മാരായിരുന്നല്ലോ അന്ന്. 22, 21 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ആ ഒരു ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ഉപദേശിയെ പിടിച്ച്, അന്നത്തെ ഭാഷ അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ എരിവി നിൽക്കുന്ന സമയത്ത് പ്രൈസ് ദി ലോർഡ് ആ പാവം മനുഷ്യനെ പ്രൈസ് ദി ലോർഡ് പറയേണ്ടതെല്ലാം പറഞ്ഞു. ഇനി നിന്നെ ഇവിടെ കണ്ട എന്തൊക്കെയോ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
പിന്നെ ഗതികെട്ട് പിന്നെ മറ്റുള്ളവർ പറഞ്ഞു അത് വിട്ടേന്ന് പറഞ്ഞു. കാരണം പിന്നീട് ചിലർക്ക് അതിനോട് അനുകൂലം തുടങ്ങി. പ്രൈസ് കാരണം എന്ന് പറയും അതിന്റെ ആ ഏരിയ മൊത്തം മുസ്ലിങ്ങളുടെ കോളനിയാണ്. പ്രൈസ് അതിന്റെ പിറകില് ഹാലയിൽ കുറച്ച് സാധാരണ ആൾക്കാർ താമസിക്കുന്ന ഒരു വലിയ കോളനി. പ്രൈസ് അപ്പോൾ നോക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ ആരും ഇതിനകത്തോട്ട് പോകുന്നില്ല. പക്ഷെ ആ പിറകു വശത്തിലുള്ള സാധാരണക്കാരായ ആൾക്കാരിങ്ങനെ, കാരണം അവിടെ പണ്ട് ഈ ചാരായം മാറ്റുന്നതൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ആന്റണി സർക്കാർ നിരോധിക്കുന്നതിന്റെ ആ ഒരു സമയത്തിന് മുമ്പ് പ്രൈസിലോട്ട് ആ സമയത്ത് അവിടെ ഉള്ള കുടിയന്മാരുടെ ഭാര്യമാരെല്ലാം ഈ ആലയത്തിൽ വന്ന് അവരുടെ വീടിലെല്ലാം വ്യത്യാസം തുടങ്ങി. പ്രൈസലോ ഈ വിടുതൽ വന്നു തുടങ്ങി, ജനം ഒഴുകി വരാൻ തുടങ്ങി. പ്രൈസലോ അങ്ങനെ അവരെല്ലാം ഇങ്ങനെ വന്ന് അപ്പോൾ ഒരു മാറ്റം അങ്ങനെ ആ പ്രദേശത്ത് തുടങ്ങി. ഒരു ഭയങ്കര ഞങ്ങളുടെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മോശപ്പെട്ട സ്ഥലം. ദൈവവചനം കടന്നു ചെന്ന് ഇദ്ദേഹം ആ പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ മാറ്റം തുടങ്ങി ആ പ്രദേശം. അപ്പൊ നോക്കിക്കോണം ദൈവവചനത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടപ്പം ഒരു കൂട്ടർ അനുകൂലം ഒരു കൂട്ടർ പ്രതികൂലം. പ്രൈസലോ അനുകൂലപ്പെടുന്നവരെന്താ ചിന്തിക്കുന്നത്? അന്ന് വരെ പോലീസിനോ ജനത്തിനോ ഒന്നും നേരെയാക്കാത്തത് എല്ലാം നേരെയാവുകയാ. പ്രൈസലോട് എന്തുകൊണ്ട്? ഒരു പ്രാർത്ഥന കൊണ്ട് അവിടെ ഒരു വ്യത്യാസം വരിക. പ്രൈസലോ നിങ്ങൾക്കറിയാലോ, ചെങ്കച്ചുള്ള എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒരു സ്ഥലമോ. അത്രയ്ക്ക് അക്രമം ഒന്നും നിങ്ങൾ അവിടെ ചെന്നാൽ ഏറ്റവും ചർച്ച അതിനകത്താവുക. പ്രൈസലോ ആ സ്ഥലമേ മാറിപ്പോയി. കാരണം എന്താണെന്നറിയോ? ഈ വചനം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിന്റെ വെളിച്ചമായി. എന്ന് വെച്ചാൽ ഈ വചനം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ ഇത് ഗ്രഹിക്കേണ്ടതിന് വാതിൽ തുറന്നു തരുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. പ്രൈസലോ ഞാൻ സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ വേദപുസ്തകം എല്ലാവരും വായിക്കും. പ്രൈസലോ എല്ലാവരും വായിക്കും. ചിലര് വായിക്കാറുണ്ട്. എന്നാൽ ഇത് വായിക്കേണ്ടും വണ്ണം ഇത് വായിക്കുമ്പോൾ ഇതിനകത്തൊരു ദൈവശക്തി പുറപ്പെടുന്നത് കാണാം. ഹല്ലേലൂയ. ആ ദൈവശക്തിയാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് അതിന്റെ പ്രവൃത്തിയുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ അയക്കുന്ന വചനം അതിന്റെ പ്രവൃത്തി തികയ്ക്കാതെ മടങ്ങി വരികയില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ പറയുന്ന ഈ ദൈവവചനം ഇതിനൊരു ശക്തിയുണ്ട്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവശക്തിയാണ്. ഇതിന് ദൈവ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്ന ദൈവ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിലെ അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്തറിഞ്ഞ് വചനത്തിന്റെ ശക്തി മാംസപേശികളെ തുളച്ചു തന്ന് അസ്ഥികളെ തുളച്ചു തന്ന് വേർവിടിവിക്കുന്ന നിലവാരത്തിൽ ഇത് വചനത്തിന്റെ വാളെന്ന് പറയുന്നത് ഇരുതലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ വാള. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ കണ്ണാടിയാവുന്ന ദൈവവചനത്തിന് മുമ്പിലാണ് നാം ഓരോരുത്തരും. ഇന്ന് രാത്രി ഹല്ലേലൂയ കർത്തദാസൻ പറഞ്ഞു, ആരോ ഒരാൾ ഒരു പ്രാർത്ഥനാ വിഷയത്തെ മറച്ചു പിടിച്ച് പൊതുവിലും പറയുന്നില്ല. എന്നാൽ അവരിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന് നീ ഒരു കണ്ണാടിയാ. അവന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവന്റെ മുമ്പിൽ ഒന്നും വെളിപ്പെടാതിരിക്കുന്നില്ല. അവൻ നിന്റെ ഹൃദയത്തെ നന്നായി അറിയുന്ന ദൈവമാ. അവൻ നിന്റെ ഹൃദയത്തെ വായിച്ചറിയുന്ന ദൈവമാ. അവൻ നിന്നെ നന്നായി വായിക്കുന്ന ദൈവമാ. അവനത്രേ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന അവൻ സർവശക്തനായ ദൈവം. രാത്രി ഇതിനകത്തിറങ്ങി നിൽക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തി വലുതാ. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസിനോട് പറയാൻ ഞാൻ നിന്നെ ചിലർ അറിയിക്കും. ഹല്ലേലൂയ. അവിടെ ആ പദപ്രയോഗം ഇങ്ങനെയാ. സ്തോത്രം. അതിന്റെ 6ാമത്തെ വാക്യം വായിച്ചേ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച്
നിന്നോട് പറയും. Praise the Lord. Hallelujah. ഹോശേയ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയോ, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് നടത്തും, എന്നിട്ട് അവളോട് ഞാൻ കൃത്യമായി സംസാരിക്കും. ആമേൻ. പ്രത്യാശയുടെ വാതിലായ ആക്കോർ വരെ ഞാൻ അവളെ നടക്കും. ആമേൻ. ഞാൻ അവളെ ആമേൻ ഹല്ലേലൂയ എനിക്കൊരു നിശ്ചയം ചെയ്യിക്കും. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചേ. ഹോശേയ പ്രവചന പുസ്തകം. മരുഭൂമിയിൽ കൊണ്ടുചെന്ന് ആ. അവളോട് കൃത്യമായി സംസാരിക്കും. ആമേൻ. അവിടെ നിന്നും ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും ആ. പ്രത്യാശയുടെ വാതിലായ ആഗോർ താഴ്വരയും കൊടുക്കും. ആ. ഞാൻ അവിടെ അവളുടെ ഞാനവിടെ അവളുടെ യൗവനകാലത്ത് എന്ന പോലെയും അവൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയയാകും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല ഈശി കർത്താവേ എന്ന് വിളിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകളെ അവരുടെ വായിൽ നിന്നും നീക്കിക്കളയും. ഇനി ആരും അവയെ പേർ ചൊല്ലി സ്മരിക്കുകയില്ല. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്നും നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്നു. മോനെ നിന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് രാത്രി നീ ആമേൻ അവിചാരിതമായിട്ടല്ല ഈ ആലയത്തിലേക്ക് വന്നത്. ഇന്ന് രാത്രി നീ അവിചാരിതമായിട്ടല്ല ഈ ദേശത്തേക്ക് കടന്നു വന്നത്. നിന്നെ കൊണ്ടുവരേണ്ടുന്നവൻ നിന്നെ കൊണ്ടുവന്നതാ. ഈ രാത്രി നിന്നെ കൊണ്ടുവന്നത് എന്തിനറിയോ? അവൻ ക്രിസ്തുവാകുന്ന മണവാളന് വേണ്ടി ഒരു മണവാട്ടിയായി ഒരുങ്ങുവാൻ. രാത്രി ഹല്ലേലൂയ നിനക്കൊരു പ്രത്യാശയുടെ ആക്കോ താഴ്വരെ അവൻ ഒരുക്കി വെച്ചിട്ട് രാത്രി നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് നിന്നോട് സംസാരിക്കാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ എന്റെ ദൈവം നീയുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് കടക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ നിന്നെ ഒരു നിശ്ചയത്തിലേക്ക് കരം പിടിക്കുവാനത്രേ ഇന്ന് രാത്രി ദൈവാത്മാവ് കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ പിറകിൽ കരയുന്ന കണ്ണുനീരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കരയുന്ന കണ്ണുനീര് ആമേൻ അതിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ ഇന്ന് രാത്രി. ആമേൻ. ഹല്ലേലൂയ. അവൻ നിന്റെ ജീവന് പോലും അവൻ കേടുപാട് സംഭവിക്കാതെ ലോകം പറയുന്ന അത്ഭുതമെന്ന്, പക്ഷേ അത്ഭുതമല്ല. യെശയ്യാപ്രവചനത്തിൽ വിളിച്ചു പറയുന്നു, അവൻ ഞാൻ നിനക്ക് വേണ്ടി ജാതികളെ കൊടുക്കും, നിന്റെ ജീവന് പകരം ഞാൻ ജാതികളെ നൽകുമെന്ന് അവൻ യെശയ്യാപ്രവചനത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ അവൻ നിന്റെ ജീവന് വേണ്ടി വാദിച്ച സ്ഥാനത്ത് നിന്ന് അത്ഭുതകരമായി സ്വർഗ്ഗമില്ലേ ഈ ദേശത്ത് കൊണ്ടുവന്നത്. വെറുതെയല്ലോ, നീ നിന്റെ സൃഷ്ടാവിനെ ഇന്ന് രാത്രി അറിയുവാനത്രേ നിന്റെ കരം പിടിച്ചിരിക്കുന്ന അവൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ അറിയേണ്ടുന്നതത്രേ. വചനത്താലും ജയമെടുക്കുന്നു. ഹല്ലേലൂയ. രാത്രി ഹല്ലേലൂയ അവൻ നീ കർത്താവിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആ താഴ്വര പ്രൈസ് ദി ലോർഡ്. അവൻ പ്രത്യാശയുടെ താഴ്വര പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പൗലോസിനോട് പറയാ, നീ ചെയ്യേണ്ടുന്നത് ഞാൻ നിന്നോട് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആ അപ്പോസ്തലനായ പൗലോസ് പറയാ, അവൻ എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പിൻ, സകല കൃപാവരങ്ങളും പെറ്റവൻ അവൻ പറയുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ എത്ര ബലഹീനരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഈ പ്രാർത്ഥനയുടെ ശക്തി എന്താ. പ്രൈസ് ദി ലോർഡ്. അവൻ ചിലതിനു വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പലപ്പോഴും പറയാറുണ്ട് ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുക അല്ലേ ചാ. ആമേൻ. ഹല്ലേലൂയ. അവൻ ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, ഒരു സ്നേഹിതൻ അവൻ വഴിയാത്രയിൽ അവന്റെ ഒരു സ്നേഹിതന്റെ അടുക്കലേക്ക് കടന്നു വന്നു. അവൻ അടുക്കൽ വന്നപ്പോൾ വന്ന് കയറിയവന് കൊടുക്കുവാൻ അവന്റെ കയ്യിൽ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവൻ ഒരു സ്നേഹിതനെ അറിയാം, അവന്റെ അടുക്കൽ ചെന്ന ചിലത് ലഭിക്കുമെന്നറിയാം. അവൻ വന്നു കയറിയവൻ അർദ്ധരാത്രിയ. അവൻ പുറത്തൊന്നും പോയി വാങ്ങിക്കൊടുക്കാനും നിവർത്തിയില്ല. പക്ഷെ അവനറിയാം, ഒരുവന്റെ കയ്യിൽ ചെന്നാൽ അവൻ അന്നത്തേക്കുള്ളത് ഈ വന്നു കയറിയവന്റെ ആവശ്യത്തെ അവൻ നടത്തി അവൻ കൊടുക്കുവാൻ അവൻ
അവന്റെ വിശപ്പകറ്റുവാൻ കഴിയുമെന്ന് ഇത് മനസ്സിലാക്കി അവൻ ചെന്ന് ആ ഭവനത്തിന്റെ വാതിൽ മുട്ടുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുട്ടുന്നുണ്ട്, പക്ഷെ തുറക്കുന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ വാതിലടച്ചു കഴിഞ്ഞു, ഇനി തുറക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവന് ലജ്ജയില്ല. ഹല്ലേലൂയ, ലജ്ജ കൂടാതെ അവൻ മുട്ടുകയാ. കാരണം എന്തോ, തന്റെ അരികിൽ വന്നവൻ വഴിയാത്രയിൽ അവൻ എന്റെ സ്നേഹിതനാകൊണ്ട് അവൻ എന്റെ ഭവനത്തിലേക്ക് വന്നതാ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഈ സ്നേഹിതന് വേണ്ടി ഇവൻ ലജ്ജ കൂടാതെ മുട്ടിക്കാൻ നിമിത്തം അവൻ കൊടുക്കയില്ലെങ്കിലും ഇവന്റെ ലജ്ജ കൂടാതെയുള്ള മുട്ടിക്ക നിമിത്തം അവൻ എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ വിധിച്ചാനോട് ദൈവാത്മാവ് വിളിച്ചു പറയാം, അവൻ ചിലതിനോടൊക്കെയും അവൻ നീ ഇടിവിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ഫലം അവൻ നിന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. ഹല്ലേലൂയ, ആമേൻ. ചിലതിനു വേണ്ടി ലജ്ജ കൂടാതെ ദൈവസന്നിധി നിലവിളിക്കുന്നതും ലജ്ജ കൂടാതെ യാചിക്കുന്നതും ഇന്ന് രാത്രിയിൽ നിന്നെ അറിയുന്ന സർവശക്തനായ ദൈവം ഇതിനകത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഇന്ന് ചില വിടുതലുകൾ നിന്റെ കണ്ണാൽ കാണുമെന്ന് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുക. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥന നിസാരമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു പ്രാർത്ഥന കൂടി എനിക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ എന്റെ കയ്യിലിരുന്ന മൊബൈലിന് ഒരു നഷ്ടം വന്നു. പ്രൈസ് ദി ലോർഡ്. ആരോട് ഞാൻ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ നിസ്സാരമായ കാര്യമാണ്. പക്ഷേ അത് ഹല്ലേലൂയ ദൈവാത്മാവ് പറയാൻ പറഞ്ഞതുകൊണ്ട് പറയാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് അടുത്തൊരെണ്ണം വാങ്ങണമെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഹല്ലേലൂയ ദൈവസന്നിധി കയറിയിരുന്ന് ദൈവത്തോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. കാരണം എനിക്ക് ഇത് ഞാൻ വീട്ടിൽ വിളിക്കുന്നത് ഒരാഴ്ച വീട്ടിൽ വിളിക്കാനൊന്നും പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, ഞാൻ ഹല്ലേലൂയ റാന്നിയിൽ നടക്കുന്ന PC ചെറിയാൻ്റെ ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്. സഭാരാധന ഞായറാഴ്ച രാവിലെ എനിക്ക് ഫ്രീ സമയം കിട്ടും. അപ്പോൾ ഇതും കൂടെ കാണാൻ അറ്റൻഡ് ചെയ്യും ആ പ്രാർത്ഥനയിൽ. ഇത് 2 ആഴ്ച പറയും. എനിക്കൊരു ദിവസം ഹല്ലേലൂയ പിറ്റേ ഞായറാഴ്ച രാവിലെ വല്ലാതെ നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞു. സങ്കടം വന്നു, പടക്കം വന്നു ദൈവത്തോട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തോട് സങ്കടം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ രാവിലെ അപ്പോൾ എന്നോട് പ്രാർത്ഥന എനിക്കൊരു നമുക്കറിയാലോ, ചില വിഷയങ്ങൾക്ക് തുടക്കം ഇടുമ്പോൾ നമ്മൾ അറിയാതെ അതിനൊരു ആളെ ഉദാഹരണം പറഞ്ഞ ഹന്നായ. പ്രൈസ് ദി ലോർഡ്. അവള് കരഞ്ഞില്ല പിന്നീട്. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് എന്തോ ഒരു പ്രത്യാശ. അവൾ ആ സങ്കടം മുഴുവനും ആലയത്തിൽ പകർന്നു കഴിഞ്ഞപ്പോൾ അവളൊന്ന് ഫ്രീ ആയതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ പ്രൈസ് ദി ലോർഡ് 2 മണിയായപ്പോൾ രഞ്ജിച്ചാനും വിളിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് വൈകുന്നേരം എനിക്ക് മൊബൈൽ വാങ്ങിക്കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് ലജ്ജയോടാണ് പറയുന്നതിന്റെ കാര്യം. ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചത് ആര് കേട്ടു? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ അപ്പച്ചൻ കേട്ടു. അങ്ങനെ കുഞ്ഞുങ്ങളെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യങ്ങൾ നീ ഹല്ലേലൂയ മാതാപിതാക്കളോട് പറയുന്നതിന് മുമ്പ് മുട്ടുമടക്കി സ്വർഗത്തിലെ അപ്പച്ചനോടൊന്ന് പറയാൻ. ഹല്ലേലൂയ. അവൻ വൻ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി അവൻ വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. അവൻ അത്രേ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ. അവനോടാകണം നമ്മുടെ ബന്ധം. പ്രൈസ് ദി ലോർഡ്. ലോകമെല്ലാം മാറിപ്പോകും. ഏറ്റവും കൂടുതൽ സ്വർഗത്തിലെ അപ്പച്ചനോട് നിങ്ങൾക്ക് ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരിക്കുമല്ലോ. ഹല്ലേലൂയ. നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ അധികം സംസാരിക്കാത്ത വിഷയങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണമല്ലോ. എന്നാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല സ്നേഹിതൻ, എല്ലാ കാലത്തും നമ്മെ സ്നേഹിക്കുന്നവൻ, അനർത്ഥകാലത്ത് സഹോദരനായി തീരുന്നവൻ. സദൃശവാക്യങ്ങൾ 17:17 ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവൻ സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അവൻ അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അവനത്രേ നമ്മുടെ കർത്താവ്. രാത്രി അവന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ രാത്രി ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മടങ്ങി വന്ന് ഹല്ലേലൂയ
ചേരുവാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥന. അവൻ പ്രാർത്ഥനയിൽ പോരാടിയാൽ അവൻ ചിലതിനെ നന്മകളെ കാണുവാൻ കഴിയും. പ്രാർത്ഥനയിൽ ഇടിവിൽ നിന്നാൽ ചിലതിനെ നിനക്ക് വലിച്ചെടുക്കുവാൻ കഴിയും. പ്രാർത്ഥനയിൽ പോരാടിയാൽ അവൻ ഹല്ലേലൂയ ഫറവോൻ പോലും നിനക്ക് അനുകൂലമായി മാറും. പ്രാർത്ഥനയിൽ പോരാടിയാൽ നിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ചുകൂടെ ദൈവത്തോട് അടുക്കുവാൻ, അവൻ ദൈവത്തിന് വേണ്ടി ചിലതിനെ നേടുവാൻ, ദൈവത്തിന് വേണ്ടി ദൈവമാകുന്ന കർത്താവിന്റെ വരവ് സമയമാകുന്ന ഈ കാലഘട്ടത്തിൽ അവൻ മണവാട്ടിയാകുന്ന സഭയ്ക്ക് വേണ്ടി അവൻ ചിലരെ കൂടെ ഈ കല്യാണ അഭയത്തിന് വേണ്ടി അവൻ വിളിച്ചെടുക്കുന്ന അവൻ അടർത്തിയെടുക്കുന്ന ഒരു ഉത്തമ പടയാളിയായി തീരുവാൻ രാത്രി ദൈവാത്മാവ് നിങ്ങളോടായി ഹല്ലേലൂയ അവൻ ഉപദേശിക്കുക. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. അവൻ പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, രാത്രിയിൽ ഹല്ലേലൂയ അവിചാരിതമായിട്ടാണെങ്കിൽ അടിയൻ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. അവൻ ഇതിനൊന്നും യോഗ്യതയുള്ളവനല്ല. അവൻ നിന്റെ കൃപയും നിന്റെ കരവും അടിയന്റെ കൂടെ ഇരുന്നു. രാത്രി ഞങ്ങളെ അവൻ സന്നിധി മുമ്പാകെ ഈ വാത്സല്യ ഭവനത്തിൽ കൂടി വന്നു. അവൻ കർത്താവേ, രാത്രി നീ പറയാൻ പറഞ്ഞ ദൈവവചനത്തെ അവൻ ഞാൻ നിന്റെ ജനത്തിന് കൈമാറിയിരിക്കുക. രാത്രി ആ വചനത്തിന്റെ മേൽ പ്രവർത്തിക്കേണ്ടുന്ന ദൈവമേ, രാത്രി ഹല്ലേലൂയ നിന്റെ വചനത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം അവൻ ഈ നാളുകളിൽ കർത്താവേ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ഈ ദൈവസഭയോട് വാഗ്ദത്തം ചെയ്ത ഓരോ പ്രവൃത്തിയും ഈ നാടുകളിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. രാത്രി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിടണമേ. അവൻ ഹല്ലേലൂയ അവൻ രാത്രി കർത്താവേ അവൻ അങ്ങ് ഞങ്ങൾക്ക് തീമതിലായിരിക്കണമെന്നുള്ള പ്രാർത്ഥിക്കുക. രാത്രി ഞങ്ങൾ തന്നെ താഴ്ത്തുന്നപ്പാ ഞങ്ങളുടെ ദൈവാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ മുദ്രയിടണമേ. രാത്രി കർത്താവേ പെട്ടകം ചുമക്കുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്നു. കർത്താവേ അവിടുത്തെ ദാസനെ അവിടെ ബലപ്പെടുത്തണം. ഇത്രത്തോളം എനിക്ക് സമയം അനുവദിച്ചതെന്ന് ആമേൻ ഞങ്ങളുടെ ദാസനെ അവിടെ അനുഗ്രഹിക്കുമാറാണ്. അടിയങ്ങളെ ഒരിക്കൽ കൂടെ താഴ്ത്തുന്നു. മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. സർവായുധങ്ങൾ വിജയം നേടുവാൻ സർവായുധങ്ങൾ ധരിച്ചിടുക. ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ കേൾക്കാനായി കർത്താവേ നാം പോകാം. ഈ പാത്രം വിട്ട് ചേരുമ്പോഴേ നാം പോകാം. ഈ പാത്രം വിട്ട് കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ കഷ്ടം സഹിച്ചോ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗസിയോനിൽ നാം പോകാം. ഈ പാത്രം വിട്ട് ചേരുമ്പോഴേ നാം പോകാം. ഈ പാത്രം വിട്ട് ചേരുമ്പോഴേ നാം പോകാം. ഈ പാത്രം വിട്ട് വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഇന്ന് അവധിയായിരിക്കാനും ഇന്ന് രാത്രി ഭവനത്തിൽ മീറ്റിംഗ് ക്രമീകരിക്കാനും
കർത്താവദാസൻ ഇന്ന് രാത്രി കടന്നു വരുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ഇടയായത് ഒരു ദൈവത്തിന്റെ പദ്ധതിയാകുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചനകളെ, ദൈവിക അരുളപ്പാടുകളെ കർത്താവിന്റെ വിശുദ്ധ കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചല്ലോ. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കേട്ടതൊന്നും ഒഴുകിപ്പോകാതെ വിശ്വാസമായി അത്ഭുതമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കേണ്ടതിനായി ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവൻ, കപ്പലുടമസ്ഥൻ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ളവൻ, എങ്കിലും ജനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ താൻ പറയുകയാണ്, എനിക്ക് വചനം സംസാരിക്കുവാൻ വെളിപ്പെട്ടു വരണം. ഹാലലൂയ, കർത്താവ് തന്നെ നാവിൽ തരണം. ഹാലലൂയ, ആ വെളിപ്പാടുകൾ എനിക്ക് ലഭിക്കണം. അതിനായി ദൈവജനം പ്രാർത്ഥിക്കണം. ഹാലലൂയ, ഒരു അഭിഷിക്തൻ അത്രമാത്രം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, പ്രയോജനപ്പെട്ട മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ അത്രത്തോളം പ്രാർത്ഥിക്കണമെങ്കിൽ, ഹാലലൂയ, നാം എത്രത്തോളം പ്രാർത്ഥനയിൽ ദൈവത്തോട് ഹാലലൂയ അപേക്ഷിക്കേണ്ടവരാകുന്നു, എത്രത്തോളം ദൈവഹിതം അന്വേഷിക്കേണ്ടവരാകുന്നു. ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കപ്പെടാം. ഹാലലൂയ, 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. ഹാലലൂയ, പൗലോസിനോട് 2 ശബ്ദം മാത്രമേ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഒന്ന്, നേർവീഥിയുടെ തെരുവ്, യൂദയുടെ ഭവനം. വേറെ ഒന്നും പൗലോസിന് അറിയത്തില്ല. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി ദമസ്കോസ് വരെ ചെല്ലുന്ന അനുഭവം അവനുണ്ടായി. പിന്നുള്ളത് എന്താണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, തന്റെ ഭാവി എന്താണ്, ഒന്നും പൗലോസിന് അറിയത്തില്ല. 2 ശബ്ദം മാത്രം. ഒന്ന്, നേർവീഥിയുടെ തെരുവ്, യൂദയുടെ ഭവനത്തിലേക്ക് പോകാം. എന്നാൽ ഹാലലൂയ, പരിശുദ്ധാത്മാവ് കാര്യങ്ങളെ പ്രതികരിച്ചു. ഹാലലൂയ, അനന്യാസിനോട് ദൈവാത്മാവ് സംസാരിച്ചു. അനന്യാസ് എന്നൊരു പുരുഷൻ നിന്റെ അടുക്കൽ വരുമെന്നും നിന്റെ മേൽ കൈവയ്ക്കുമെന്നുമുള്ള ദൂത് പൗലോസിനോട് സംസാരിച്ചു. ഹാലലൂയ, പൗലോസിനെ അനന്യാസിനും അനന്യാസിനെ പൗലോസിനും പരിചയപ്പെടുത്തി. ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പൗലോസിനെ അനന്യാസിനെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഹാലലൂയ, അനന്യാസിന് പ്രവാചകനാണെങ്കിലും ശുശ്രൂഷകനാണെങ്കിലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹാലലൂയ, കാരണം തന്റെ ജനത്തെ പീഡിപ്പിക്കുന്ന ഒരുവൻ ഹാലലൂയ, പ്രൈസ് ദി ലോർഡ്, യൂദയുടെ ഭവനത്തിൽ തർസോസുകാരനായ യൂദയുടെ ഭവനത്തിൽ ഇരിക്കുന്നെന്ന് ചിന്തിക്കാൻ പോലും അനന്യാസിന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം പറഞ്ഞൊരു പദമുണ്ട്, നീ അവന്റെ പാസ്റ്റ് നോക്കരുത്. നീ അവന്റെ പാസ്റ്റ് നോക്കരുത്. അവൻ എങ്ങനെയുള്ളവനെന്ന് നീ നോക്കരുത്. ജനത്തെ പീഡിപ്പിച്ചെന്നുള്ളത് നീ നോക്കരുത്. നീ അവന്റെ കാര്യം എന്നോട് പറയേണ്ട കാര്യമില്ല, എനിക്കിതെല്ലാം അറിയാം. പക്ഷെ ഞാനൊരു പദം എന്നോട് പറയാം, പോകാം. അവൻ ജാതികളുടെ ഇടയിൽ എന്റെ നാമത്തെ പ്രസ്താവിക്കേണ്ടവനാകുന്നു. പ്രാരംഭത്തിൽ പറഞ്ഞ അതേ വീണ്ടും പരിശുദ്ധാത്മാവോട് സംസാരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് സാഹചര്യത്തെ മാറ്റാൻ കഴിയുന്നവൻ, നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റാൻ കഴിയുന്നവൻ, നമ്മുടെ തീരുമാനങ്ങളെ മാറ്റാൻ കഴിയുന്നവൻ, നമ്മുടെ നിലപാടുകളെ മാറ്റാൻ കഴിയുന്നവൻ, നമ്മെ തന്നെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു സർവശക്തന്റെ അടുത്താണ് ഇന്ന് രാത്രി രൂപാന്തരപ്പെടുത്തുന്ന ആ വിശുദ്ധ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മെ വീണ്ടും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമോ? എത്ര തകർന്ന അവസ്ഥയിലായാലും ഹല്ലേലൂയ, ചതഞ്ഞ ഓടവടിച്ച് കളയാത്ത, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്ത, തന്റെ കുറുപ്രാവിനെ ഇഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു നല്ല ദൈവം ഇന്ന് രാത്രി ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ അഭിഷേകത്തിൽ കൂടെ നമ്മോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ, ഇന്നൊരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. എവിടെയാണ് നാം പരാജയപ്പെട്ടത്, എവിടെയാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയത്? ഹല്ലേലൂയ, കർത്താവേ, ഈ രാത്രി മാടി വിളിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക്, ദൈവജനത്തിന്റെ ആധികാരികതയിലേക്ക്, ഹല്ലേലൂയ, യേശുവിനോട് ചേർന്നുള്ള ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി വീണ്ടും കർത്താവേ ഹല്ലേലൂയ മാടി വിളിക്കുകയാണ്. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നാളെ നടക്കുന്ന വിശുദ്ധ ആരാധനയെ വിവരങ്ങളിലേക്ക് സമർപ്പിച്ചേൽപ്പിക്കാം. തിരുമേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഹല്ലേലൂയ, പ്രാഗൽഭ്യത്തോടെ അതിൽ പങ്കാളികളാകുവാൻ ഹല്ലേലൂയ നമ്മെ തന്നെ ശോധന ചെയ്ത് ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ, നിലപാടുകളെ, നിലവുകളെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് യേശുവിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകി വെളിപ്പാക്കപ്പെട്ടവരായി
പ്രൈസലോ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാനുടെയും രക്തം കൊണ്ടല്ല, പശുഭസ്മം കൊണ്ടല്ല വിശുദ്ധീകരണം ഉണ്ടാകുന്നത്. പകരം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു കർത്താവിന്റെ വിശുദ്ധ രക്തം കൊണ്ട് കഴുകപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകുവാൻ ഒരുക്കപ്പെടേണ്ടതിനാൽ ദൈവത്തിലേക്ക് സമർപ്പിച്ച് കേട്ടവതിനു മുമ്പിൽ നമ്മെ സമർപ്പിച്ച് എല്ലാവരും മാത്രം ആയിരിക്കുമ്പോൾ പ്രിയ റജീവത ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സവാസവും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളിലൂടെ ഇന്ന് രാത്രി ദൈവനം ഐശ്വര്യമായ സംസാരിച്ച കർത്താവിന്റെ വിശ്വത്തിന്റെ മേലും കുടുംബത്തിന്റെ മേലും കടന്നു ദൈവത്തിന്റെ മേലും കടന്നു ഒരുപാട് കഴിയാത്ത വിഷയങ്ങൾ ഭാരപ്പെടുന്നവരുടെ ലോകങ്ങളും വിശുദ്ധന്മാരുടെ മേലും നമ്മുടെ മാതാപിതാക്കളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന ദൈവത്തിന്റെ മഹത്വമേറ്റാം. പ്രാർത്ഥനയിൽ ഓർക്കാം. നാളെ സംബന്ധിക്കാൻ കർത്താവിനെ മുട്ടയടിച്ചാൽ